പ്രിയപ്പെട്ടവരെ, പൂക്കളെയും പുഴകളെയും കുറിച്ച് സംസാരിക്കുന്ന ഒരു സെഷൻ, ആ സെഷനിലേക്ക് എന്നെ ക്ഷണിച്ചത് സ്വാഭാവികമായും ഇവിടെ സ്വാഗത പ്രസംഗത്തിലും മാഷുമൊക്കെ സൂചിപ്പിച്ചതുപോലെ പൂക്കളുടെ പുസ്തകം എന്ന ഒരു ചെറിയ പുസ്തകം എഴുതിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് എനിക്കുറപ്പാണ്. ആ പുസ്തകം എഴുതുന്ന സമയത്ത് അതിൻ്റെ വായനക്കാരായി ഞാൻ മനസ്സിൽ കണ്ടത്, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന മുഖം കുട്ടികളുടേതാണ് എന്നതിൻ്റെ ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളായ കുട്ടികളുടെ മുഖമാണ് അങ്ങനെ ഒരു പുസ്തകം എഴുതുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒരു വരിയിൽ കാരണവും സൂചിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, പൂക്കളും പുഴകളും ഇലകളും ചെടികളും മണ്ണും ഒക്കെ പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന മനോഭാവത്തോടെ അതിനെല്ലാം ഈ മഹാപ്രപഞ്ചത്തിൽ തുല്യമായ ഇടങ്ങളുണ്ട് എന്ന ഒരു ബോധം സൃഷ്ടിക്കുന്നതിലേക്ക് കുട്ടികളെ നയിക്കുമെങ്കിൽ നന്നായി എന്ന ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹമാണ് പങ്കുവച്ചിരുന്നത്. നമ്മുടെ ഈ മഹാപ്രപഞ്ചത്തിൽ നിസ്സാരമായ ഒന്നുമില്ലെന്നും എല്ലാറ്റിനും അതിൻ്റെതായ ഒരു ഇടമുണ്ടെന്നും മനുഷ്യരായി ജീവിക്കുമ്പോൾ തന്നെ എല്ലാ ജീവജാലങ്ങളുടെയും, സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളുടെയും പ്രസക്തിയെ മാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന മനോഭാവം നമുക്കുണ്ടാവേണ്ടതുമുണ്ട് എന്നൊരു ചിന്തയിൽ നിന്നാണ്. അതൊരു നൂതനമായ ചിന്തയൊന്നുമല്ല, ഒരു പുതിയ ആശയവുമല്ല. ഇപ്പോൾ എൻ്റെ ഗുരുനാഥനിൽ വള്ളത്തോൾ അത് ഭംഗിയായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത മലയാളത്തിലെ ഒരു കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. മഹാത്മാഗാന്ധിയെ പർവ്വതസമാനമായ ഔന്നത്യങ്ങളിൽ കുടിയിരുത്തുന്ന, ഗാന്ധിജിയോടുള്ള സ്നേഹാദരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മഹത്തായ ഒരു കാവ്യമാണ്. ഒരുപക്ഷെ സമാനമെന്ന് പറയാവുന്ന മറ്റൊരു കവിത കുഞ്ഞിരാമൻ നായരുടേതാണ്. സ്വതന്ത്രഭാരതത്തിൽ കുഞ്ഞിരാമൻ നായർ മഹാത്മാഗാന്ധിയെ ഹിമാലയ പർവ്വതവുമായാണ് ഉപമിക്കുന്നത്. ഇന്ത്യക്ക് 2 ഹിമാലയമുണ്ട് എന്നാണ് കുഞ്ഞിരാമൻ നായർ പറയുന്നത്. 2 ഹിമാലയം, ഒന്ന് സാക്ഷാൽ, മറ്റേതോ സത്യശുഭ്രമൂർത്തി ഗാന്ധി എന്ന് പറയുന്നുണ്ട്. ആ മഹാപർവ്വതത്തെക്കാൾ വേണമെങ്കിൽ ഒരല്പം കൂടി ഉയരത്തിലാണ് വള്ളത്തോൾ ഗാന്ധിജിയെ വർണ്ണിക്കുന്നത്. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെയും മുഹമ്മദിൻ്റെയും ഗ്രന്ഥിദേവൻ്റെയും ഹരിശ്ചന്ദ്രൻ്റെയും ശ്രീബുദ്ധൻ്റെയും എല്ലാം സകല സൽഗുണങ്ങളുടെയും വിളനിലമായി ഗാന്ധിജിയെ വള്ളത്തോൾ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ ഗുരുനാഥൻ്റെ ആദ്യത്തെ വരി, ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ, അതാണ്. നമ്മളെല്ലാം വായിച്ചിട്ടുള്ള വരിയാണ്. നാവുകൊണ്ട് മാത്രമാണോ വായിച്ചിട്ടുള്ളതെന്ന് പറയാൻ കഴിയില്ല. ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്താൻ കുടുംബക്കാർ, ത്യാഗമെന്നതേ നേട്ടം താഴ്മതാൻ അഭ്യുന്നതി യോഗവിത്തവം ജയിക്കുന്നതൻ ഗുരുനാഥൻ എന്നാണ് വള്ളത്തോൾ എഴുതുന്നത്. ചെടികളും പുല്ലും പുഴുവുമെല്ലാം കുടുംബാംഗങ്ങളാണ് എന്നൊരു കാഴ്ചപ്പാട് വള്ളത്തോൾ മുൻപോട്ട് വെക്കുന്നു. ഗാന്ധിജിയെ ആദരിക്കുന്നതിൻ്റെ പശ്ചാത്തലമായാണ് എങ്കിലും അതൊരു മഹത്തായ ചിന്തയാണ്. പുഴുവിനെയും പുല്ലിനെയും കുടുംബാംഗമായി പരിഗണിക്കുക, അതൊരു മനോഭാവമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ സമയത്ത് നെരൂദ എഴുതിയ എൻ്റെ രാഷ്ട്രീയ കക്ഷിക്കെന്ന കവിതയുടെ ആദ്യത്തെ വരി, അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകി എന്നാണ്. അപരിചിതരായ മനുഷ്യർ, ഈ ഭൂഗോളത്തിൽ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന കോടാനുകോടി വരുന്ന മനുഷ്യർ, തീർത്തും അപരിചിതരായവർ, ഒരു വാക്കുപോലും ഉരിയാടിയിട്ടില്ലാത്തവർ, ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവർ, പക്ഷെ അവരെല്ലാം എൻ്റെ സ്വന്തം സഹോദരങ്ങളാണ് എന്ന മനോഭാവം എനിക്ക് പകർന്നു തന്നു എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായപ്പോൾ തന്നിലുണ്ടായ മാനസിക പരിവർത്തനത്തെക്കുറിച്ച് നെരൂദ എഴുതുന്നത്. വള്ളത്തോളും നെരൂദയും പറയുന്നത് ഏറെക്കുറെ ഒരേ കാര്യമാണ്. മറ്റൊരർത്ഥത്തിൽ
വള്ളത്തോൾ പറയുന്നു, ചെടികളും പുല്ലും പുഴുവും എല്ലാം കുടുംബാംഗങ്ങളാണ് എന്ന ഒരു മനോഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. അതൊരു മനോഭാവമാണ്. വൈക്കം മുഹമ്മദ് ബഷീറുമായുള്ള ഒരു അനുഭവം എം.എൻ. കാരശ്ശേരി ഒരു പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം പലരുമായുള്ള അനുഭവങ്ങളും സംഭാഷണങ്ങളും എല്ലാം ഓർമ്മിച്ചുകൊണ്ടെഴുതിയൊരു പുസ്തകമാണ്, അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ പുസ്തകം. അതിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറയുന്നത്, വൈക്കം മുഹമ്മദ് ബഷീർ എപ്പോഴും ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് കമിഴ്ത്തി വയ്ക്കും എന്നാണ്. അങ്ങനെ ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളിൽ ആരെങ്കിലും അങ്ങനെ ശീലമുള്ളവരാണോ എന്ന് എനിക്ക് അറിയുകയില്ല. സാധാരണഗതിയിൽ അങ്ങനെയല്ല. അപ്പൊ കാരശ്ശേരി വൈക്കം മുഹമ്മദ് ബഷീറിനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചായ കുടിച്ചാൽ ഗ്ലാസ് കമിഴ്ത്തി വെക്കുന്നത്? ചായയുടെ അവസാനം ആ അവശിഷ്ടമൊക്കെ കമിഴ്ത്തി വെക്കുന്നിടത്തൊക്കെ ആവുമല്ലോ, വൃത്തികേടാവും സത്യത്തിൽ. അതിന് വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്ന മറുപടി, ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ ഒരു ഇത്തിരിപ്പോളം ചായ ബാക്കിയുണ്ടാവും. അപ്പൊ ആ ചായയിൽ വന്ന് ഉറുമ്പുകൾ വീണ് ചത്തൊടുങ്ങും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് അദ്ദേഹം ഗ്ലാസ് കമിഴ്ത്തി വെക്കുന്നത് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഉറുമ്പിന്റെ പോലും ദുരന്തത്തിന് താൻ കാരണമായി കൂടാ എന്നൊരു ചിന്തയാണ്. അതിന് ഉറുമ്പ് സ്നേഹം എന്നല്ല പറയുക, അതിൻ്റെ പേരാണ് മനുഷ്യ സ്നേഹം. മനുഷ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനോടുള്ള സ്നേഹം എന്നല്ല അർത്ഥം. മനുഷ്യന്റെ ഉള്ളിൽ സർവചരാചരങ്ങളോടുമുള്ള സ്നേഹം എന്നാണ് അർത്ഥം. അപ്പോൾ താൻ കുടിക്കുന്ന ചായയുടെ അവശിഷ്ടത്തിൽ ഒരു ഉറുമ്പ് ചത്തുപോകുന്നത് സഹിക്കാനുള്ള ഹൃദയ കടുപ്പം ഇല്ലാത്തത് കൊണ്ടാവാം അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നു എന്നാണ്. ഒരു ഉറുമ്പിന് പോലും വേദനയുണ്ടാവരുത് എന്നത്, അതും ഒരു നൂതനമായ ചിന്തയല്ല. ബഷീർ ആവിഷ്കരിച്ച ഒരു ആശയമൊന്നുമില്ല. അനുകമ്പാ ദശകത്തിന്റെ ആദ്യത്തെ വരിയിൽ ശ്രീനാരായണ ഗുരു പറയുന്നത്, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള ഒരു അനുകമ്പ. അനുകമ്പയുടെ വ്യാഖ്യാനം അതാണ്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മനോഭാവത്തിന്റെ മറ്റൊരു പേരാണ് അനുകമ്പ എന്ന് പറയുന്നത്. അപ്പോ പുല്ലും പുഴുവും ഉറുമ്പും നമുക്ക് ചുറ്റുമുള്ള സകലതും നമുക്ക് തുല്യമായി തന്നെ മാനിക്കപ്പെടേണ്ടതാണെന്നൊരു മനോഭാവം വളർന്നു വരുന്ന തലമുറയിൽ ഉണ്ടായാൽ അത് ഈ ലോകത്തിന് വളരെ ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പൂവും മഴയും മരവും ഒക്കെ മനുഷ്യരെ പോലെ സംസാരിക്കാൻ കൂടി കഴിയുന്നതാണ് എന്ന് തിരിച്ചറിയാൻ ഇത്തരം മനോഭാവത്തിൽ വളരുന്ന കുട്ടികൾക്ക് സാധിക്കും. 963 മറ്റോ ആണെന്ന് തോന്നുന്നു, വിശ്രുതനായ കവി റോബർട്ട് ഫ്രോസ്റ്റ് സോവിയറ്റ് യൂണിയൻ സന്ദർശിക്കുന്നുണ്ട്. ഞാൻ ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ അതൊന്ന് പരാമർശിച്ചിട്ടുണ്ട്. റോബർട്ട് ഫ്രോസ്റ്റ് സോവിയറ്റ് യൂണിയൻ സന്ദർശിക്കുമ്പോൾ ലോകം വളരെ ഗൗരവത്തോടു കൂടിയാണ് അതിനെ കാണുന്നത്. അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. ആദ്യമായാണ് ഫ്രോസ്റ്റ്, അല്ലെങ്കിൽ ആ നിലയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മഹാനായ കവി അമേരിക്കയിൽ നിന്നും സോവിയറ്റ് യൂണിയൻ സന്ദർശിക്കാനായി വരുന്നത്. മെൻഡിങ് ദ വാൾ എഴുതിയ വിശ്വപ്രസിദ്ധനായ റോബർട്ട് ഫ്രോസ്റ്റിനെ വളരെ ഹൃദയപൂർവ്വം സോവിയറ്റ് യൂണിയൻ സ്വീകരിക്കുന്നുണ്ട്. സ്വീകരണത്തിന് ശേഷം എലീഷ്യ കഫേയിലെ സോവിയറ്റ് എഴുത്തുകാരുടെ ഒരു വലിയ സമ്മേളനത്തിൽ റോബർട്ട് ഫ്രോസ്റ്റ് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാരത്തെക്കുറിച്ച് യോഗാധ്യക്ഷനായിരുന്ന യെവ്ജിൻ യെവ്തുഷെങ്കോ ആ വേദിയിൽ വെച്ച് പരാമർശിച്ചത്, ദന്തഗോപുരങ്ങളിൽ നിന്ന് അലയടിക്കുന്ന വാക്കുകളല്ല നാം കേട്ടത്, പിന്നെയോ ഹരിതാഭമായ ഭൂമിയുടെയും വിശ്രുതാകാശത്തിൻ്റെയും ഇടയിൽ മുഴങ്ങുന്ന മനുഷ്യത്വത്തിൻ്റെ ശബ്ദമാണ് നാം കേട്ടതെന്നാണ് യെവ്തുഷെങ്കോ ആ പ്രസംഗത്തെ വിശേഷിപ്പിക്കുന്നത്. പ്രസംഗശേഷം റോബർട്ട് ഫ്രോസ്റ്റ് ആ വേദി വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ആ സദസ് ഒന്നടങ്കം അദ്ദേഹത്തെ അനുഗമിച്ചു. അപ്പോൾ ആ വേദിക്ക് പുറത്ത് ഏതാനും ചുവടുകൾ നടക്കുമ്പോൾ അവിടെ പാതയോരത്ത് വിടർന്നു നിൽക്കുന്ന ഒരു ചെടിയിലെ ഒരു ചെറിയ പൂവ് കണ്ട് അദ്ദേഹം കൗതുകപൂർവം ആ ചെടിയുടെ സമീപം നിന്നുവത്രേ. നിർനിമേഷനായി ആ പൂവ് നോക്കി നിൽക്കെ ഒരു കുഞ്ഞിനെ പോലെ റോബർട്ട് ഫ്രോസ്റ്റ് അവിടെ നിലത്ത് ഇരുന്നു എന്നാണ് പറയുന്നത്. നിലത്തിരുന്ന അരുമയോടെ ആ പൂവിനെ അദ്ദേഹം തലോടിയത്രേ. റോബർട്ട് ഫ്രോസ്റ്റിന് അന്ന് വയസ്സ് ഏതാണ്ട് 90 ആയിട്ടുണ്ടാവും, 90ഓടടുത്തിട്ടുണ്ടാവും. 90ാമത്തെ വയസ്സിൽ
ലോകത്തെ ഏറ്റവും വലിയ കവിയെ ഒരു ശിശുവാക്കി മാറ്റിയത് ഒരു പൂവാണ്, ഒരു ചെറിയ പൂവാണ്. ആ പൂവ്, ആ വേള അദ്ദേഹത്തെ കൂടുതൽ മനുഷ്യനാക്കി മാറ്റുന്നു, കൂടുതൽ ആർദ്ര ഹൃദയമുള്ള ഒരാളാക്കി മാറ്റുന്നു. ഇത് ഏത് പൂവും മനുഷ്യനെ പരിവർത്തനം ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. ആ സന്ദർഭത്തിൽ അന്ന അഹ്മത്തോവ റോബർട്ട് ഫ്രോസ്റ്റിന് ആദരം പ്രകടിപ്പിച്ചുകൊണ്ടെഴുതിയ കവിതയുടെ പേര് ദ ലാസ്റ്റ് റോസ് എന്നായി.